പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കയറി വരിക. അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ഇസ്ലാം സ്വീകരിച്ചു, എന്റെ പേര് ബിലാൽ ഇബ്നു റബാഹ് എന്നാണ്. റസൂലുള്ളാഹി മനുഷ്യനെ ചേർത്ത് പിടിക്കുക. പ്രവാചകന്റെ നെഞ്ചിന്റെ ചൂടേറ്റ് കിടക്കുന്ന ബിലാൽ റളിയല്ലാഹുവിന്റെ കണ്ണുകൾ നിറയുന്നു. റസൂലുള്ളാഹിന്റെ നെഞ്ചിൽ ബിലാൽ റളിയല്ലാഹുവിന്റെ കണ്ണുനീര് വീഴുന്നു. എന്തു പറ്റി? മാലക്കയാ ബിലാൽ. അള്ളാഹുവിന്റെ റസൂലെ, എന്റെ ഉമ്മ പ്രസവിച്ച് എന്റെ ഉമ്മയുടെ മുലപ്പാല് കുടിക്കാൻ മാറോട് ചേർത്ത് നിർത്തിയതിനു ശേഷം എന്നെ ഒരാളും ചേർത്ത് പിടിച്ചിട്ടില്ല പ്രവാചകരെ. എന്റെ തൊലി കറുത്തതിന്റെ പേരിൽ മാറ്റി നിർത്തിയിരുന്നു. അള്ളാഹുവിന്റെ റസൂലെ, എന്റെ ഉമ്മ എന്നെ ചേർത്ത് പിടിച്ചതിന് ശേഷം അങ്ങാണ് എന്നെ ചേർത്ത് നിർത്തിയത്. അബൂദർ ഗിഫാരി കറുത്തവളുടെ മകനെ എന്ന് ബിലാൽ റളിയല്ലാഹുവിനെ വിളിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ ഗിഫാരി റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് റസൂലുള്ളാഹിന്റെ ചോദ്യം എന്താ? നിന്റെ മനസ്സിന് നന്നായിട്ടില്ല അബൂദറെ? ജാഹിലിയത്തിന്റെ വൃത്തികേടുകൾ നിന്റെ മനസ്സൊന്ന് പോയിട്ടില്ലേ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം. ആരാധനാലയങ്ങളിൽ കയറാൻ, സവർണ തമ്പുരാക്കന്മാരുടെ വീടുകളിൽ കയറാൻ അവകാശമില്ലാത്ത പിന്നോക്കക്കാരനും ദളിതനും ഒക്കെ ജീവിക്കുന്ന ഒരു കാലല്ലേ നമ്മുടെ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ താക്കോൽ കൊണ്ട് ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോ പ്രവാചകന്റെ കൂടെ കയറ്റിയ 2 ആളുകൾ ഉണ്ടായിരുന്നു. ഖബ്ബാബ് ബിൻ അർത്ത് റളിയല്ലാഹു അൻഹു, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ആ 2 മനുഷ്യർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. മക്ക മാറ്റി നിർത്തിയ, മക്കയിലെ യജമാനന്മാർ മുഴുവൻ മാറ്റി നിർത്തിയ അടിമകളായി ജീവിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യരായിരുന്നു. അവരുടെ ജീവിതത്തിന് അസ്തിത്വവും അർത്ഥവും നൽകി ഇസ്ലാം മനുഷ്യരെ മുഴുവൻ ഒന്നായി കാണാൻ പഠിപ്പിച്ചു. അവരുടെ പരിഹസിക്കാൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല. ഏതുപോലെയാണ് അത് സ്വന്തം സഹോദരന്റെ പച്ചമാംസം മുറിച്ച് കഴിക്കുന്നതിന് തുല്യമാണ് അനാവശ്യമായി നിങ്ങൾ മനുഷ്യരെ ആക്ഷേപിക്കുന്നത് എന്ന് പഠിപ്പിച്ച മതം. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറഞ്ഞു, ആ കുസൈറ, ആ കുള്ളത്തിയുടെ വീട്ടിൽ നിന്നാണോ പ്രവാചകൻ അങ്ങ് വരുന്നത്? ഒരു ഭാര്യയെ കുറിച്ച് ഒരു പ്രയോഗം നടത്തിയതാണ്. റസൂലുള്ളാഹിന്റെ മുഖം ചുവന്നു, പ്രവാചകന്റെ കണ്ണുകൾ ചുവന്നു തുടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആയിഷ, നീ പറഞ്ഞ വാക്ക് സമുദ്രത്തിൽ കൊണ്ടുപോയി കലക്കിയ സമുദ്രം മുഴുവൻ വൃത്തികേടായി പോകും, മലിനമായി പോകും. കുസൈറ എന്ന വാക്കാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ നാവിൽ നിന്നൊക്കെ പടന്നു വരുന്ന പദപ്രയോഗങ്ങൾ പലപ്പോഴും ഈ ലോകത്തെ സകല സമുദ്രങ്ങളും മലിനമാക്കി കളയാൻ മാത്രം വിഷലിപ്തമായ വാക്കുകളല്ലേ പലപ്പോഴും ഉണ്ടാകുന്നത്. എങ്ങനെയാണ് നമുക്ക് നല്ല വിശ്വാസികളാകാൻ കഴിയുക? മനുഷ്യരെ ചേർത്ത് നിർത്താൻ കഴിയണം. എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ മനോഹരമായ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി റസൂലുള്ളാഹി സംസാരിക്കും. കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവാചകൻ സംസാരിക്കുന്നു. ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം ചെയ്യുന്നു.